ഫറൂഖിൽ കേൾക്കുന്ന വെല്ലുവിളി, പത്തനംതിട്ടയിൽ കേൾക്കുന്ന വെല്ലുവിളി, ആ നിലയ്ക്ക് അരിവാളിന് മറ്റുപയോഗങ്ങൾ ഉണ്ടെന്ന് ജനങ്ങളോട് പറയാനാണോ നിങ്ങൾ സ്ഥാനാർത്ഥികളെയും നേതാക്കളെയും രാഷ്ട്രീയം പഠിപ്പിച്ചിരിക്കുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചില് കുറവും ചെയ്ത് കൂടുതലും, അതാണ് വേണ്ടത്. നിങ്ങൾ ചില വീഡിയോ ഇതിന്റെ ഭാഗമായിട്ട് കാണിച്ചു, എന്നാൽ പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് തന്നെ ഉണ്ട്. ആ വീഡിയോയിലെല്ലാം നേതാക്കന്മാരടക്കം പ്രസംഗത്തിൽ പറയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ അതിനെ നേരിടും എന്നതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയുന്ന കാര്യമാണ്. വാർത്തകൾ വളച്ചൊടിച്ചുകൊണ്ട് ബിഗ് ബി മുരുകനും എത്തിയിരിക്കുന്നു. നമ്മുടെ അടുത്ത വളച്ചൊടിച്ച വാർത്ത ഒരു ഞെട്ടിക്കുന്ന വാർത്ത മാത്രമല്ല, ഒരു പൊട്ടിക്കുന്ന വാർത്ത കൂടിയാണ്. ഇത് വീടിന്റെ ഉള്ളിൽ ഉമ്മറത്ത് പൈപ്പിൽ ചെടി നനച്ചുകൊണ്ടിരുന്ന, പൈപ്പുമായി വെള്ളവുമായി ചെടി നനച്ചുകൊണ്ടിരുന്ന ആളെ വടിവാൾ വെച്ച് കാണിച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ കാറ് തല്ലിപ്പൊളിക്കുന്നത് സെൽഫ് ഡിഫൻസ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ, എനിക്ക് ശ്രീ കെ എസ് അരുൺകുമാർ ഒരു അഭിഭാഷകനല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അദ്ദേഹം പ്രാക്ടീസിംഗ് ലോയറാണ്. നിങ്ങളൊക്കെ ഒരു നിയമത്തെ എത്രമാത്രം വക്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ഈ പുച്ഛിച്ച് തള്ളുന്നത്? ആരോടാണ് ഇങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുന്നത്? സെൽഫ് ഡിഫൻസിന്റെ പേരിൽ ഒരാളെ വടിവാൾ വെച്ച് കാണിച്ച് പരസ്യമായി റോട്ടിലൂടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പോവുക. ഇതിന്റെ കാരണം എന്താണ്? കുന്നോത്ത് പറമ്പ് എന്ന പ്രദേശത്ത് കോൺഗ്രസ് ജയിച്ചു, അല്ലെങ്കിൽ UDF ജയിച്ചു. ഇത് മാത്രമാണ് കാരണം. ആ കാരണത്തിന്റെ പേരിൽ വടിവാൾ എടുക്കുക, കഴുത്തിൽ വെക്കുക, വീട് കയറി തല്ലിപ്പൊളിക്കുക, ആളുകളെ മർദ്ദിക്കുക. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുക, എന്നിട്ട് പറയാ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല അല്ല, ഇത് സെലക്ടീവ് ലീക്കാണ്. അതിനപ്പുറത്ത് UDFന്റെ ഭാഗത്തു നിന്നാണ് പ്രകോപനം ഉണ്ടായതെന്ന് അദ്ദേഹം ഉത്തരവാദിത്വത്തോടെ ആരോപിക്കുന്നു. ഏത് വീഡിയോ വേണമെങ്കിലും പ്രചരിപ്പിച്ചോട്ടെ മാധു. ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും ഈ വീഡിയോ AI ആണെന്ന് ഇവർ പറഞ്ഞില്ലല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ആണെന്ന് പറഞ്ഞില്ല. അത് അത്രമാത്രം സമാധാനമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. എന്താ വീഡിയോ സത്യമാണെന്നുള്ള? വീഡിയോ സത്യമാണെങ്കിൽ നിങ്ങൾ എന്താ കാണണ്ടേ? ഈ വീഡിയോയും മറ്റൊരു വീഡിയോയും നമ്മൾ കണ്ടിട്ടുള്ളൂ ഇതിനു മുമ്പ്. അത് 2002 ഗുജറാത്ത് കലാപത്തിന്റെ സമയത്താ. ഇങ്ങനെ വടിവാളുമേന്തി കുറെ സംഘപരിവാറുകാർ കുറെ ന്യൂനപക്ഷ ആളുകളെ മർദ്ദിക്കുന്ന, കൊല്ലുന്ന ദൃശ്യങ്ങൾ അതിന്നും നമ്മളുടെ കണ്ണിന്റെ മുമ്പിലുണ്ട്. അതേ ദൃശ്യങ്ങളാണ്. മുഖം മറച്ചുകൊണ്ട് വടിവാളുമേന്തി വീടുകളിലേക്ക് കയറിയാണ്. ഓരോ വീടുകളിൽ കയറിയാണ്. എന്തിനാണ്? വോട്ട് ചെയ്തു, UDFന് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒന്ന് പരാജയപ്പെട്ടു LDF, അതിന്റെ പേരിൽ ആക്രമണം അഴിച്ചു വിടുകയാണ്. ഈ പരിപാടി CPM തുടരണം. ഇത് ഇങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. എവിടെ? ബംഗാളിലും ത്രിപുരയിലും. അവസാനം എവിടെ പോയി നിന്നു? അവസാനം പെരുമ്പാവൂരിൽ പൊറോട്ട അടിക്കുന്ന ആളായി ഏരിയ സെക്രട്ടറി മാറി. നോക്കണ്ട, അടിച്ചോ. പ്രിയപ്പെട്ട കേരളത്തിലെ സഖാക്കന്മാരൊക്കെ അവസാനം ഇത് തുടർന്ന് അവസാനം കാട്ടിലൊളിക്കേണ്ട ഗതികേട് വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ആ ദാർഷ്ട്യമാണ്. ഈ ദാർഷ്ട്യമുണ്ടല്ലോ, നിങ്ങൾ ഈ തുടരുന്ന ദാർഷ്ട്യം, ഈ ദാർഷ്ട്യം നിങ്ങളുടെ അടിവേരളക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തൊരു പ്രാക്കാടത്? ഗണ്ണുകൊണ്ട് വെച്ചിട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ ഇവിടെ CPM തോറ്റു കഴിയുമ്പോൾ പറയുന്നത് എന്താ? ഒന്ന് കയ്യൂക്ക് കാണിക്കുന്നു, 2 MM മണി പറയുന്നു, ക്ഷേമം ഞങ്ങൾ അങ്ങ് വായിലിട്ട് വെച്ച് തന്നില്ലേ, എന്നിട്ട് നന്ദികേട് കാണിക്കുക. ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? MM മണിയുടെ തറവാട് സ്വത്താണോ? ഇവിടെ സാധാരണ ആളുകൾ കരം കൊടുത്ത് അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നത് പല സ്കീമായി തിരിച്ചു കിട്ടുകയാണ്. അതൊക്കെ ഇവരുടെ എന്തോ ഔദാര്യമാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞിട്ടില്ല. ആ ജാതി സംഘടന വോട്ടും പ്രതീക്ഷയാണ് നിങ്ങൾ ഇരുന്നത്. കിട്ടാതെ വന്നപ്പോ പറയാണ് ആ SNDP കാരൻ എന്റെ വീട്ടിൽ കയറണ്ട, NSS കാരൻ വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ കത്തോലിക്കൻ വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് ഇനി മിണ്ടില്ല എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ LDF സ്ഥാനാർത്ഥി പറഞ്ഞ വാക്ക് എനിക്ക് പക്ഷേ ചർച്ചയിൽ പറയാൻ പറ്റില്ല. വനിതാ ലീഗ് പറഞ്ഞത്. ഏതായാലും അക്രമം ഞങ്ങളായിട്ട് ആരും സൃഷ്ടിക്കുന്നില്ല, ഞങ്ങളുടെ വഴിയല്ല. എന്നാൽ ഇങ്ങോട്ട് ആക്രമിച്ചു വന്നാൽ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും ഞങ്ങളുടെ സഖാക്കളുടെ ജീവ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഞങ്ങളുടെ കടമയാണ്. അത് അത്തരത്തിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് രണ്ടും കൂടെ നടക്കില്ല. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഒന്നുകിൽ പോലീസ് അല്ലെങ്കിൽ പാർട്ടിക്കാർ എന്നൊരു നിലയുണ്ടല്ലോ. ഈ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട്. കതറിട്ട് നടക്കുമ്പോൾ അതിന്റെ വിശുദ്ധി ഒന്ന് മാനിക്കണം. പാനൂരിൽ ആ കണ്ട ദൃശ്യങ്ങൾ, വടിവാളുമെടുത്ത് തലയിൽ ചുവന്ന തുണി കെട്ടിക്കൊണ്ട് പാനൂരിലെ വഴികളിലൂടെ പോയ ആ കാഴ്ച, ആ സഖാക്കളുടെ കാഴ്ച, അത് നിങ്ങൾക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും. കേരളത്തിലെ വോട്ടർമാർ, പ്രബുദ്ധരായ വോട്ടർമാർക്ക് നിങ്ങൾ അത് വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. വെറുതെ തോറ്റാ പോരാ, വെണ്ണീറാവണം. അതുകൊണ്ട് വേണം എനിക്ക് സാഗറിനെ ഗോപി തൊടിയിക്കാൻ.